നിലവിൽ മാപ്പിളപ്പാട്ട് രംഗത്ത് കവിത്വമുള്ള കവികൾ വരുന്നില്ലെന്ന് മാപ്പിളപ്പാട്ട് നിരൂപകൻ ഫൈസൽ എളേറ്റിൽ പറഞ്ഞു. മാപ്പിളപ്പാട്ടെന്ന പേരിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന പാട്ടുകൾക്ക് 6 മാസത്തിൽ കൂടുതൽ ആയുസ്സില്ല. ആദ്യകാലങ്ങളിലെ പാട്ടുകൾ വർഷങ്ങളോളം ജനമനസ്സിൽ പതിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാഞ്ഞാളം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചാളെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഭൂലേഖത്തിലേനെ. ഇത് SMKയുടെ പാട്ടാണ്. അങ്ങനെയുള്ള പ്രണയഗാനങ്ങൾ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. 75 വർഷം കഴിഞ്ഞ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. എന്താണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സുമായി ഇണങ്ങുന്നു, നമ്മുടെ ജീവിതവുമായി ഇണങ്ങുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ മാപ്പിളപ്പാട്ടുകൾ വലിയ സേവനമാണ് ചെയ്തിരിക്കുന്നതെന്ന് രചയിതാവും നിരൂപകനുമായ K. അബൂബക്കർ വടകര പറഞ്ഞു. ആളുകള് വേദികളെ തോറും ഇങ്ങനെ അശ്ലീലമായ പാട്ടുകൾ എഴുതി അത് പാടി അതാണ് മാപ്പിളപ്പാട്ടെന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ച് നടന്നതുകൊണ്ട് ഈ മാപ്പിളപ്പാട്ട് ചരിത്രത്തിൽ നിർവഹിച്ച വിപ്ലവത്തെ നമ്മൾ കാണാതെ പോവുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയാണ്. MESന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ചടങ്ങിൽ മോഡറേറ്ററായിരുന്നു. മുൻ MP TK ഹംസാഫ് സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. മീഡിയ 1 കോഴിക്കോട്.